പ്രൈസ് ദി ലോർഡ്. ദൈവം ഓരോരുത്തരെയും ഓരോ ദിനവും കാത്തു പരിപാലിക്കുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. രാവിലെ കാലം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഈ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ പ്രായോഗികമാക്കുന്നു എന്ന് പഠിക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്നും അല്പസമയം അതിനോടനുബന്ധിച്ച് തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രാർത്ഥനാ ജീവിതത്തെ സഹായിക്കുന്നതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവീൻ, അത് നിങ്ങൾക്ക് കിട്ടും. പ്രിയ മക്കളെ, തിരുവചനം പഠിച്ച് അത് ധ്യാനിച്ച് ക്രിസ്തുവിൽ നാം വസിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥനാ ജീവിതത്തെ സഹായിക്കുന്നതാണ്. അടുത്തതായിട്ട് ദൈവവചനം ഒരു വാളാണ്. എഫെസ്യർക്കെതിരെ 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ. നോക്കൂ, ഈ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ ദുഷ്ടശക്തികൾക്കെതിരെ വിശ്വാസികൾ ഉപയോഗിക്കേണ്ട ആയുധമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സാത്താൻ വചനത്തിൽ വിശ്വസിക്കുന്ന ഏവനെയും ഇല്ലായ്മ ചെയ്യുവാൻ ആകുന്നിടത്തോളം പരിശ്രമിക്കും. ദൈവവചനത്തിനെതിരെ വരുന്ന സകല ആക്രമങ്ങളെ ചെറുത്തു നിൽക്കുവാൻ ഈ ആത്മാവിൻ്റെ വാൾ കൂടിയേ തീരൂ. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം എത്രമാത്രം അനിഷ്ട സംഭവങ്ങളാണ് പലയിടങ്ങളിൽ നടക്കുന്നത്. വിശ്വാസികൾ അത് അനുഭവിക്കുന്നത്. ഈ ദിനങ്ങളിൽ ആത്മാവാകുന്ന ദൈവവചനമാകുന്ന ആ വാൾ നാം ഓരോരുത്തരും ധരിക്കണം. പ്രിയ മക്കളെ, അടുത്തതായിട്ട് ന്യായം വിധിക്കുന്ന വചനമാണ് ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും. പ്രിയ മക്കളെ, നോക്കൂ, കർത്താവിൻ്റെ വചനത്തെ കൈക്കൊള്ളാതെ നാളുകളായിട്ട് വചനം കേട്ടിട്ടും അത് വേണ്ടും പോലെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാതെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാതെ തള്ളിക്കളയുന്നവനെ ഹല്ലേലൂയ ന്യായം വിധിക്കുന്ന ഒരു നാളുണ്ട്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തിനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. ഹല്ലേലൂയ. നാളുകളായിട്ട് വചനം കേട്ടിട്ട് അതനുസരിക്കാതിരിക്കുമ്പോൾ, അത് വേണ്ടും പോലെ ഉൾക്കൊള്ളാതിരിക്കുമ്പോൾ അവരെ ന്യായം വിധിക്കുന്ന ഒരു നാളുണ്ട്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ദൈവവചനം ആത്മീയ വർധന വരുത്തുന്നതും ദുരുപദേശത്തിൽ നിന്നും രക്ഷിക്കുന്നതുമാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 28 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ ഞങ്ങൾ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. പ്രിയതേ മക്കളെ, ഹല്ലേലൂയ. കൊടിയ ചെന്നായ്ക്കൾ നമ്മുടെ ഇടയിൽ കടന്നു വരും. അതുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ ദൈവവചനത്തെ സൂക്ഷിച്ച് മനസ്സിലാക്കി അത് പ്രകാരം ജീവിക്കണം. ഹല്ലേലൂയ. 31-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങൾ
നിങ്ങളെ പരമേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരെയും വിവേചിക്കുന്നവരായി മനസ്സിലാക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. കൊടിയ ചെന്നായ്ക്കൾ നമ്മുടെ ഇടയിൽ കടന്നു വരും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, വല്ലാത്ത അനുഭവത്തിലൂടെയാണ് ഈ നാളുകളിൽ കടന്നു പോകുന്നത്. നമ്മൾ എല്ലാവരെയും തിരിച്ചറിയണം. ദുരുപദേശങ്ങൾ കൊണ്ടുവരുമ്പോൾ അതെന്താണെന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ദൈവവചനം നമ്മെ വീഴാതെ നിർത്തുന്നതാണ്. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതാണ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, എന്തെല്ലാം ജീവിതത്തിൽ കടന്നു വരട്ടെ, അതായത് രോഗം, സാമ്പത്തികമായിട്ടുള്ളത്, തലമുറകളുടെ വിഷയം, സഭയുടെ വിഷയം, ഹല്ലേലൂയ, എന്തെല്ലാം കടന്നു വന്നാലും നമുക്കൊരു ഉറപ്പുണ്ട്. ഞാൻ നിൽക്കുന്ന പാറ കുലുങ്ങാതെ നിൽക്കുന്ന പാറയാണ്. അത് ക്രിസ്തുവാകുന്ന പാറയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഹല്ലേലൂയ നിൽക്കുകയാണെങ്കിൽ വീഴാതെ നിൽക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. കൊടിയ കാറ്റടിക്കട്ടെ, എന്തെല്ലാം കടന്നു വരട്ടെ, അത് വീഴുകയില്ല. നമ്മെ ഹല്ലേലൂയ താങ്ങി നടത്തുന്നത് ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന ആ അടിസ്ഥാനമാണ്. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ദൈവവചനം സൽപ്രവൃത്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. തീമോഥെയോസിന്റെ 2-ാം ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 3-ാം അധ്യായം 16-17 വാക്യത്തിൽ പറയുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടേനെ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, സൽപ്രവർത്തികളെ പ്രോത്സാഹിപ്പിക്കുന്നത്, അതായത് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവശ്വാസീയമാണ്, കർത്താവിനാൽ ഹല്ലേലൂയ എഴുതപ്പെട്ട വചനമാണ്. ഹല്ലേലൂയ. ഇത് നമ്മളെ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും വകവരുത്തി തരുന്നതാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന്റെ വചനം ദിനംതോറും നമ്മളെ ഭക്ഷിക്കുന്നവരായി തീരാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് ദൈവത്തിന്റെ വചനം രോഗശാന്തി നൽകുന്നതാണ്. സങ്കീർത്തനം 107-20 വാക്യത്തിൽ പറയുന്നു, അവൻ തന്റെ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ ഹല്ലേലൂയ രോഗത്തിനൊക്കെ സൗഖ്യം കിട്ടുവാൻ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ഉതകുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവവചനം രോഗശാന്തി നൽകുന്നുണ്ട്. 30-ാം സങ്കീർത്തനം 2-3 വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. ഹല്ലേലൂയ. നോക്കൂ, യഹോവയെങ്കിലേക്ക് നമ്മൾ നിലവിളിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേട്ട് നമ്മുടെ സകല വിഷയത്തിന്മേലും മറുപടി നൽകി തരുന്ന കർത്താവ്. കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന്റെ വചനം ദിനംതോറും അത് പഠിച്ച് ധ്യാനിച്ച് ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ദിനംതോറും ഹല്ലേലൂയ ദൈവീയ ധ്യാനം ഉണ്ടാകുവാൻ, വചനം പഠിക്കുവാൻ നല്ല ഉത്സാഹമുള്ളവരായി തീരട്ടെ. അങ്ങയുടെ കരങ്ങളിൽ എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ നിലനിർത്തുന്ന വചനം ഹല്ലേലൂയ എന്നും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന വചനം ദിനംതോറും പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു വജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.